ഹായ് ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പിസ്സ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ തന്നെ പിസ്സയുടെ ബേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ പിസ്സ ഓവനിൽ എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്നും സ്റ്റൗ ടോപ്പിൽ എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വീഡിയോ മൊത്തം കാണണം, ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകരുത്. പിസ്സ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് റിവ്യൂസ് എന്നെ അറിയിക്കണം. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പിസ്സ ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ലേശം ചൂടുള്ള വെള്ളമാണ്. ഇനി നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് പതുക്കെ ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 10 ഗ്രാം ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നല്ലോണം ഒന്ന് മിക്സായി കിട്ടുന്ന വരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ടേബിൾ ടോപ്പിലിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ചെടുക്കണം. ടേബിൾ ടോപ്പ് ഞാൻ ക്ലീൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അല്പം മൈദ വെതറി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലവണ്ണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ മാത്രമേ മാവ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അല്പമൊക്കെ സ്മൂത്തായി വരുന്നുണ്ട്. അല്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് കിട്ടുന്ന പിസ്സ ബേസ് വാങ്ങാതെ നമുക്ക് സ്വന്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ബേസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നല്ല ഭംഗിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബൗളിൽ ഓൾറെഡി കുറച്ച് ബട്ടർ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിൻ്റെ മുകളിലും അല്പം സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കുകയാണ്. ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. 1-2 മണിക്കൂർ ഇരിക്കേണ്ടി വരും. ഈ ഇരിക്കുന്ന മാവ് ഇതിൻ്റെ 2 ഇരട്ടിയായിട്ട് പൊങ്ങി വരുന്ന സമയം വരെ നമുക്കിതിങ്ങനെ തന്നെ വെക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണ ഞാനൊരു 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ വെക്കാറുള്ളൂ. ഇതിപ്പം 2 മണിക്കൂറിന് മേളിൽ ആയി ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ കുഴപ്പമില്ല. പിന്നെ മുമ്പ് ചെയ്തതുപോലെ നമ്മൾ വീണ്ടും ഇവിടെ ഒരല്പം മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ടേബിൾ ടോപ്പിൽ. ഇതിനെ ഞാൻ 2 ആക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ 2 പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഞാൻ ഓവനിൽ വെച്ചിട്ടും ഒന്ന് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുമാണ് ചെയ്യാൻ പോകുന്നത്. മാവിൻ്റെ മുകളിലേക്ക് നമുക്കൊരല്പം മൈദ ഇട്ട് കൊടുക്കണം. ഞാനിത് ജസ്റ്റ് ഒന്ന് പരത്തിന്നേ ഉള്ളൂ. ഇപ്പോൾ 2 നമുക്ക് ഇതേപോലെ പരത്തി വെക്കാം. അപ്പോൾ ഇത് 2 പിസ്സ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് 2ഉം ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഒരെണ്ണം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പിസ്സ ബേസ് നമുക്ക് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് പാകമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നിങ്ങനെ കുമള പോലെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് അല്ല, ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം. ഇതിൽ ഞാൻ കട്ട് ചെയ്ത ഉള്ളി പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഓവനിൽ വെക്കാൻ പോകുന്നത് സ്വീറ്റ് കോൺ പിസ്സയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം നമ്മൾ പിസ്സ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി എക്സ്ട്രാ സ്പൈസി ആകാൻ വേണ്ടിയിട്ട് ഇത്തിരി ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ബ്ലാക്ക് ഒലിവ്സിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഇതിനി നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെക്കാനുള്ള പിസ്സയും റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത് സ്റ്റൗ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പിസ്സയുടെ ബേസ്
ആക്കി വെക്കുകയാണ്. നമുക്ക് ഇതിലും കുത്തുകൾ ഇട്ട് കൊടുക്കാം. പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. ഇത് വെജിറ്റബിൾ പിസ്സയാണ്. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി, ഇനി കുറച്ച് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇല്ലാത്ത പാർട്സ് എല്ലാം നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്കും നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അല്പം ചില്ലി ഫ്ലേക്സ്, ഒരല്പം ഓറിഗാനോ, ഇനി കുറച്ച് ബ്ലാക്ക് ഒലീവ്സ്. അപ്പം നമ്മൾ 2 പിസ്സയും ഇവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ്. അതേപോലെ നമുക്ക് സ്റ്റൗ ടോപ്പ് ഓവനും സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റൗ ടോപ്പ് ഓവൻ സെറ്റപ്പ്. ഇതിന് മുകളിലാണ് നമ്മൾ പിസ്സ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാൻ പോകുവാണ്. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഈ ട്രേ വെച്ച് കൊടുക്കാൻ പോകുവാണ്. 185 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ സമയം മാറാം. അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പിസ്സ വെച്ചങ്ങോട്ട് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്ത് 20 മിനിറ്റ്സ് വെക്കാമേ. നമ്മൾ ഓവനിൽ വെച്ച സ്വീറ്റ് കോൺ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ വെച്ച പിസ്സ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പിസ്സ എന്തായെന്ന് നോക്കാം. നമുക്കിത് എടുക്കാം. നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച പിസ്സയെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 രീതിയിലും പിസ്സ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. പുറത്തുനിന്ന് വാങ്ങുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്